അവരുടെ മേഖലകളിൽ ഒരു ജാഗ്രത ഉണ്ടാവും. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ജീവിതത്തോടൊരു ജാഗ്രത വേണം. അർഹമുർറാഹിമീനായ അള്ളാഹുവോടൊരു ജാഗ്രത വേണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു ജാഗ്രത വേണം. ഇസ്ലാമിൻ്റെ ഓരോ നിയമങ്ങളും എനിക്കുള്ളതാണെന്ന അറിയാലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളാരും ഇസ്ലാമിന് വേണ്ടിയുള്ളവരല്ല, നമുക്ക് വേണ്ടിയാണ് ഇസ്ലാം. സമസ്തയെക്കുറിച്ച് പറയും പോലെ നമുക്ക് സമസ്തക്ക് നമ്മളെ ആരെ ആവശ്യമില്ല, SKSSF നമ്മളെ ആരെ ആവശ്യമില്ല. നമുക്കാണ് ഈ സംഘടനയും സംവിധാനവും ആവശ്യം. നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധമായ മാർഗം. കേൾക്കണേ, ഒറ്റ ദോഷവും ചെയ്യാത്ത ദിവസങ്ങൾ, മാസങ്ങൾ ആയി കിട്ടണം. എന്നാലും ദോഷം വരും, അത് അള്ളാഹിനോട് പൊരുത്തപ്പെരിച്ചുകൊണ്ടിരിക്കുക. എന്താ ഉണ്ടാകുന്നറിയോ? കുറച്ച് കൊല്ലം ഇങ്ങനെ കഴിയുമ്പോൾ ദോഷങ്ങൾ, മനസ്സിനൊരു ജാഗ്രത ഉണ്ടായാൽ മതി, ഹൃദയത്തിനൊരു ചൂടുണ്ടായാൽ മതി, ദോഷങ്ങൾ താനേ കുറയുന്നത് നമുക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും. ഇതിപ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? വയസ്സിങ്ങനെ കൂടുകയാണ്, ദോഷങ്ങളിങ്ങനെ കൂടുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, 989 മുതൽ നമുക്കറിയാലോ അല്ലേ, ദൗർഭാഗ്യകരമായ പിളർപ്പിന് ശേഷം നമ്മൾ ധാരാളമായിട്ട് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് മുമ്പോട്ടിങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ പിന്നെയും നമ്മുടെ ഇടയിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഭിന്നിപ്പുകൾ ഇങ്ങനെ വന്നുകൊടുക്കുകയാണ്. എന്താ സംഭവിക്കുക? പിന്നെയും നാം ഇങ്ങനെ ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ ഉണ്ടാകുക? നമ്മുടെ സയ്യിആത്തിന്റെ പുസ്തകത്തിൽ കുറേ ദോഷങ്ങൾ ഇങ്ങനെ വന്നു ചേരും. അത് മാത്രാണോ? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഹൃദയത്തിൽ കറുത്ത പുള്ളി ഇങ്ങനെ വീണ് 40 വയസ്സുള്ളപ്പോൾ അള്ളാനെ ഓർത്തു കരഞ്ഞവന് 60 വയസ്സാകുമ്പോൾ അള്ളാനെ ഓർത്ത് കരച്ചിൽ വരുന്നില്ല. 25 വയസ്സിൽ നരകത്തെ പേടിച്ചവന് 60 വയസ്സാകുമ്പോൾ നരകത്തെ കുറിച്ച് പേടി വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ജനിച്ച കാലം മുതലേ സ്വർഗത്തെ ആഗ്രഹിച്ചവന് എന്നൊരു ഉസ്താദിന്റെ മേത് കേട്ടതാണ്. മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ ഇങ്ങനെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുമോടി നടന്നിട്ട് ഇന്നി മുസ്താഖുൻ ഇലൽ ജന്ന, സ്വർഗത്തിൽ ഉഹുദിന്റെ രണാങ്കണത്തിൽ വാളും ഏറ്റുമുട്ടുമ്പോ, വാരിക്കുന്തങ്ങൾ കഥ പറയുമ്പോ, ശക്തമായ യുദ്ധങ്ങൾക്കിടയിൽ മുത്ത് റസൂലുള്ളാഹി അപായപ്പെടുമോ അപകടപ്പെടുമോ എന്ന സന്ദേശം വന്നപ്പോ മുടന്തനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹിന്റെ ചുറ്റും ഇങ്ങനെ ഒരു ബുള്ളറ്റ് പ്രൂഫ് സംവിധാനം പോലെ ചുറ്റിക്കറങ്ങിയിട്ട് പറയുന്നുണ്ട്, ഇന്നി മുസ്താഖുൻ ഇലൽ ജന്ന, സ്വർഗത്തെ കൊതിച്ചു പോയോനാണ് ഞാൻ, സ്വർഗത്തെ ആശിച്ചോനാണ് ഞാൻ, സ്വർഗത്തെ മോഹിച്ചോനാണ് ഞാൻ. ഇങ്ങനെ പറഞ്ഞ് ചുറ്റും ഇങ്ങനെ കറങ്ങി, ഒരു ഫാൻ കറങ്ങുന്നതിനെ പോലെ കറങ്ങിയിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഇന്നി മുസ്താഖുൻ ഇലൽ ജന്ന 14 വയസ്സുള്ളൊരു പെണ്ണിന്റെ കൽബിൽ കയറി. അവൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നി മുസ്താഖത്തുൻ, ഞാൻ സ്വർഗത്തെ കുറിച്ചോളാണ് പറഞ്ഞ് ഏകദേശം ഒരു 18 വയസ്സായപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞു. ഫാത്തിമ എന്ന പേരുള്ളവളാണ്. എന്നിട്ടും ഭർത്താവ് മുസ്താഖ എന്ന് വിളിച്ചു അവളെ. ഏകദേശം 27-30 വയസ്സായപ്പോ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് TV കാണാൻ തുടങ്ങി, വീഡിയോ കാണാൻ തുടങ്ങി, വാട്സാപ്പും ഫേസ്ബുക്കും തുടങ്ങി. ഇപ്പോൾ അവളെ കൽബിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വർഗത്തോടുള്ള ഇഷ്ടില്ല, മോഹമില്ല. ഭർത്താവ് തന്നെ ചോദിക്കുന്നു, അല്ല പെണ്ണേ, നിന്റെ പേര് പോലും മാറ്റിയിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി പോലും നീ എന്നോട് സ്വർഗത്തെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? 10-27 ഏകദേശം കല്യാണം കഴിഞ്ഞ് 9 കൊല്ലം കഴിയലോടുകൂടെ എന്തേ മാറ്റം വന്നത്? എന്തേ പഴയ പിരാന്ത് പറച്ചിലില്ലാതായത്? അവള് കരഞ്ഞിട്ട് പറയുന്നു, എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എനിക്ക് പഴയ പോലെ സ്വർഗത്തോട് മോഹമില്ല. കാലം ഇങ്ങനെ കറങ്ങുമ്പോ, നമുക്ക് വയസ്സിങ്ങനെ കൂടുമ്പോ, കഴിഞ്ഞ കൊല്ലം റമദാനിൽ ഖുർആൻ ഓതി യാത്ര, ഈ കൊല്ലം ഖുർആൻ ഓതാൻ കഴിയുന്നില്ല. ഒരുപാട് ആള് സങ്കടം പറയാറുണ്ട്. കഴിഞ്ഞ കൊല്ലം നിസ്കരിക്കുമ്പോഴുണ്ടായിരുന്ന ഏകാഗ്രത ഈ കൊല്ലത്തെ നിസ്കാരത്തിനില്ല. കഴിഞ്ഞ കൊല്ലം കുറെ അസ്മാഉൽ ഹുസ്ന കൂട്ടിയിട്ട് ദുആ ചെയ്തിരുന്നു, ഇപ്പോൾ ദുആ ചെയ്യാനുള്ള മൂഡില്ല. ഇൻഷാ അല്ലാഹ് ഈ വാദ കേൾക്കുന്ന ഓരോരുത്തരുടെയും കാല് പിടിച്ചിട്ട് ഞാൻ പറയുന്നു, റമദാനിൽ നാം ചെയ്യേണ്ടത് ഫിത്റത്തിലേക്ക് മടങ്ങിപ്പോകലാണ്. അതിനാ റമദാൻ. ഫിത്റത്ത് അറിയില്ലേ? പരിശുദ്ധിയിലേക്ക്, ജനിച്ചു വീഴുമ്പോഴുള്ള ഒരവസ്ഥയിലേക്ക് പിടിച്ച് ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, തറാവീഹ് നിസ്കരിക്കണം, എല്ലാ മഖാമുകളിൽ പോകണം.
അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ എല്ലാ ഫുറൂഇയായ ഉസൂലിയായ വിഷയങ്ങളിലും നമ്മൾ നന്നായിട്ടുണ്ടാകണം. ഒപ്പം ഒരൊറ്റ പിടിച്ചു നിൽക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദോഷവും, കണ്ണ് കാത് അല്ലേ, ഒരു ദോഷവും. അത് അള്ളാഹ്ക്ക് രാത്രിയാകുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമ്മളോട്. ജനങ്ങളിലെ അഅ്ബദുന്നാസാകാൻ. അഅ്ബദുന്നാസ് ഏറ്റവും ഇബാദത്തുള്ള ആള്. ഇപ്പം നമുക്കറിയാം റമദാനിൽ ഓരോ ദിവസവും 10 ജുസ് ഓതുന്ന ആളില്ലേ? ഇല്ലേ? ഉണ്ട്, എത്രയുണ്ട്. ദിവസം 10 ജുസ് 3 ദിവസം കൊണ്ട് ഖത്മ് തീർക്കുന്ന ആളുണ്ട്. തിരക്കിൻ്റെ ഇടയിലും 5 ജുസ് ഓതുന്നവരുണ്ട്, ഇല്ലേ? 3 ജുസ് ഓതുന്നവരുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, ഇല്ലേ? നമ്മളിങ്ങനെയുള്ള ആളെ നോക്കിയിട്ട് എന്താ പറയുക? ദുഹാ 8 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്, വിത്ർ 11 റക്അത്ത് തന്നെ നിസ്കരിക്കുന്നവരുണ്ട്, എത്തിക്കാഫ് കുറേ സമയം പള്ളിയിൽ ഉണ്ട് ഇരിക്കുന്നവരുണ്ട്. നമ്മൾ അവരെ നോക്കിയിട്ട് പറയും ആബിദാണെന്ന്. മുത്ത് റസൂലുള്ളാഹി അഅ്ബദുന്നാസ് എന്ന് പറഞ്ഞ ആരെന്നറിയോ? ഈ ഹറാമുകളെ രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെ ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത, നീ എവിടെയാകുമ്പോഴും പടച്ചോനെ സൂക്ഷിക്കണേ. മുഹമ്മദ് മുസ്തഫ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. ആലോചിച്ചു നോക്കൂ, നിക്കാഹിന്റെ ഖുതുബയോതുമ്പോഴും ഖുതുബയോതുന്ന ഉസ്താദ് പറയുന്നു നിങ്ങൾക്ക് തഖ്വയുണ്ടാകണേ എന്ന്. വെള്ളിയാഴ്ച ഖുതുബയോതുമ്പോഴും ഖതീബ് ഉസ്താദ് പറയുന്നു നിങ്ങൾക്ക് തഖ്വയുണ്ടാകണേ എന്ന്. വയലിൽ മുഴുവൻ, ക്ലാസ്സായ ക്ലാസ്സിൽ മുഴുവനുമല്ലേ, ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരായാലും ഉസ്താദുമാരായാലും അവർ പറയുന്നു നിങ്ങൾക്ക് തഖ്വയുണ്ടാകണേ എന്ന്. എന്നാലും നമ്മൾ വേക്കോട്ടാണ്, മുമ്പോട്ട് പോകൂല. 10, 65, 70 വയസ്സാകുമ്പോൾ 30 വയസ്സുള്ളപ്പോൾ ചെയ്തതിനേക്കാളും അധികം ദോഷം ചെയ്തുകൊടുക്കുക. മരിക്കുമ്പോൾ ഒരു വലിയ ദോഷിയായിട്ട് മരിച്ചു പോവുക. പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ, ആമീൻ പറ. അതുകൊണ്ട് ഈ റമദാൻ മുതൽ ഇനി ഇങ്ങോട്ട് ഈ ഭാഗം അണ്ടർലൈൻ ചെയ്യണം. ഒറ്റ ദോഷവും ചെയ്യാത്ത റമദാൻ മാസം അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ആകണമെങ്കിലില്ലേ, ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ എന്തോ ഈ റമദാനോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടാകണം. അള്ളാഹ്ക്ക് ഈ ദുനിയാവിൽ ഇഷ്ടം ആരോടെന്നറിയോ? എന്തിനോടെന്നറിയോ? അള്ളാഹുവിനെ പറയുന്ന വിഷയങ്ങളോടാണ് അള്ളാഹ്ക്ക് ഏറ്റവും, അള്ളാഹിനെ ഓർക്കുന്ന. ഈ ദുനിയാവിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനെ ഓർക്കുന്ന വിഷയങ്ങളോടാണ്. അലാ ഇന്ന ദുനിയാ മൽഊനത്തുൻ മൽഊനും മാ ഫീഹാ ഇല്ലാ ദിക്റല്ലാഹി വമാ വാലാ വഅലിമൻ ഔ മുഅല്ലിമാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ചൊല്ല് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഈ ദുനിയാവിലുള്ള ഒരു വസ്തുവിനോടും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ്ക്കാകെ ഈ ദുനിയാവിൽ ഇഷ്ടമുള്ളതെന്നറിയോ? ദിക്റുല്ലാഹി, അള്ളാഹിനെ ഓർക്കുക. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? കുല്ലു അമലിൻ യദ്കുറു ഫീഹിൽ മുസ്ലിമു റബ്ബഹു. അള്ളാഹിനെ ഓർക്കുന്ന എല്ലാ അമലും ദിക്റാണ്. നോമ്പ് ദിക്റാണ്, സ്വതക്ക ദിക്റാണ്, സക്കാത്ത് ദിക്റാണ്. അള്ളാഹിനെ ഓർത്തിട്ടല്ലേ സ്വതക്ക ചെയ്യുന്നേ? അപ്പൊ ഇതെല്ലാം ദിക്റാണ്. ഇങ്ങനെയുള്ള പണികളോട് മാത്രം അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതിനെ ഇഷ്ടപ്പെടുക. ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ഇന്നു മുതൽ അങ്ങോട്ട് ഒന്ന് എൻ്റെ കൂടെ പറഞ്ഞേ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ. അത്ര ഒന്ന് കാണാതെ പഠിച്ചേ, ഉസ്താദുമാർക്ക് അത് ഫുള്ളായിട്ട് അറിയും. പറയും അല്ലാഹുമ്മ മുത്ത് റസൂലുള്ളാഹി ബഹുവചനത്തിൽ പഠിപ്പിച്ച ദുആണ്. പറ അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാന വജഅൽനാ മിനർ റാഷിദീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിലെ ആദ്യത്തെ ഭാഗം തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞേ, ഉറക്കെ പറ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ. ഞങ്ങൾക്ക് ഈമാനിനെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തരണമേ. ഉള്ളില് എല്ലാ ഈമാനികമായ വിഷയങ്ങളോടും താല്പര്യം ഉണ്ടായാലില്ലേ, റമദാനോടുണ്ടാവുമല്ലോ.
റമദാനോട് റമദാനോട് താല്പര്യം ഉണ്ടാകുമ്പോഴേ സെക്കൻഡുകളോട്, മിനിറ്റുകളോട്, മണിക്കൂറുകളോട്, റമദാനിലെ ഓരോ സെക്കൻഡോടും വല്ലാത്തൊരു താല്പര്യം വരും. ഇപ്പോൾ ഇന്നിപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ടെൻഷൻ വരും. പടച്ചോനെ 5-6 ദിവസം കഴിഞ്ഞു പോയല്ലോ പടച്ചോനെ, ഒരു ബേജാറുണ്ടാവും. ഓരോ സെക്കൻഡും എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഇതാ ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അല്ലാ. അംഫാസിയായ ദിക്ർ ചൊല്ലാൻ മഹാന്മാരെ മശായിഖന്മാരുടെ ബയ്യത്ത് വേണം, ഇജാസത്ത് വേണം, ഒക്കെ ശരിയാണ്. സാധാരണക്കാരെ നമുക്കതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ചിന്തയിൽ ഇപ്പം കച്ചവടം ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തോ ജോലി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കൽബിലെ റമദാനല്ലേ പടച്ചോനെ, ഒന്നുകിൽ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാം, അല്ലെങ്കിൽ ഇതാ ശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും അല്ലാ ചൊല്ല്, അല്ലാ ചൊല്ല്, അല്ലാ. റമദാനെ ഇഷ്ടപ്പെട്ടാലില്ലേ ദോഷം ചെയ്യൂല.